സതീശ, തനിക്ക് അസൂയ മൂത്ത് ഭ്രാന്തായതുപോലെയാണല്ലോ കാര്യങ്ങൾ. ചെറുക്കനവിടെ കുറച്ച് വീട് വെച്ച് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ തനിക്ക് പൊട്ടൽ തുടങ്ങിയോ? അതാണോ ചെറുക്കനെ ഒതുക്കാൻ നോക്കിയേ കള്ളക്കേസിൽ? എടാ, കോൺഗ്രസ്സാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളേ? കോൺഗ്രസിൻ്റെ സ്വഭാവം കാണിക്കട. ഇൻക്ലൂഷൻ, അതാണ് കോൺഗ്രസ്. ആക്സെപ്റ്റൻസ്, അതാണ് കോൺഗ്രസ്. അല്ലാതെ ഹെയ്റ്റ് അല്ല. സതീശന താൻ വലിയ വാണിങ്ങൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ടല്ലോ, DCCയെ ഉപയോഗിച്ചുകൊണ്ട് അങ്ങ് ചെയ്തു കളയുമെന്നുള്ള. ഓക്കെ, ഇതുവരെയും കോൺഗ്രസിൻ്റെ സഹായം ആവശ്യമായിട്ട് വന്നിട്ടില്ല, ഒരു കാര്യത്തിനും ഉപയോഗിച്ചിട്ടുമില്ല. പിന്നെ ഉപയോഗിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരുടെ സഹായങ്ങളാണ്. കാരണം സ്വന്തക്കാരോട് ചോദിക്കുന്നതിനേക്കാളും നല്ലത് സുഹൃത്തുക്കളോടും മിത്രങ്ങളോടും ചോദിക്കുന്നതാണ്. അതുകൊണ്ട് തൻ്റെ ഒന്നും വാതുക്കൽ വരേണ്ടി വന്നിട്ടില്ല. ഇനി വരാനും ഉദ്ദേശമില്ല. തനിക്കൊരു തോന്നലുണ്ടാവും താനാണ് മഹാരാജാവ് കോൺഗ്രസിൻ്റെ എന്നല്ലേ? അത് ഉറങ്ങുമ്പോൾ ഒരു ദിവാസ്വപ്നമായിട്ട് മാത്രം തോന്നുന്ന കാര്യമാണ്. നീ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വാ. ഓക്കെ, നീ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാൻ നടക്കുന്ന നിൻ്റെ ഒതുക്കൽ പണികൾ അവസാനിപ്പിച്ചോ. അത് നിനക്ക് ദോഷം ചെയ്യും. ഒരു ബഹുമാനവും നിന്നോടില്ല എന്നുള്ളത് പറയട്ടെ. കാരണം മുഴുവൻ നശിച്ചു. അല്പമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. നീതി ലഭിക്കേണ്ടവന് നീതി നിഷേധിച്ചുകൊണ്ടുള്ള നിൻ്റെ മോറൽ കളികൾ അവസാനിപ്പിക്കുക. നിൻ്റെ പുറകിൽ അനേക ആളുകൾ ചിലപ്പോൾ കാണുമായിരിക്കും, വലിയ വ്യവസായികൾ കാണുമായിരിക്കും, പക്ഷേ ചിലപ്പോൾ മുഖ്യമന്ത്രി കാണുമായിരിക്കും, മറ്റു പലരും കാണുമായിരിക്കും. കല്ലിവല്ലിയിടാ, കല്ലിവല്ലി. ആണായി പിറന്നവനല്ലേ ഒരിക്കലല്ലേ മരണമുള്ളൂ. എല്ലാവരും അത് ആസ്വദിച്ചല്ലേ പോവുകയുള്ളൂ. ആരും വർഷാവർഷങ്ങൾ ഇവിടെ ജീവിച്ചു കൂട്ടില്ലല്ലോ. കണ്ടുപഠിക്കുന്നത് നന്നായിരിക്കും. എങ്ങോടാ? നേപ്പാളിലേക്ക്. നിന്നെപ്പോലെയുള്ളവർക്കും അത് ഒരു വാണിങ്ങാണ്. അധികാരത്തിൻ്റെ കോല്, അധികാരത്തിൻ്റെ ദണ്ട്, അത് ആരെടുത്താലും അത് മദ്യപാനമാണ്. നീ ബൈബിൾ വായിക്കുന്നവനല്ലേ? ദാനിയേൽ പുസ്തകം വായിച്ചാൽ നിനക്ക് മനസ്സിലാവും. അവിടെ അധികാരം ഉപയോഗിച്ച് നെബൂഖദ്നേസർ രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ആരാധനാ വസ്തുക്കൾ അവൻ മദ്യപാനത്തിന് വേണ്ടി ഉപയോഗിച്ചു. അവൻ്റെ അധികാരത്തിൻ്റെ ദണ്ഡാണ്. അവൻ എന്നാ സംഭവിച്ചത്? ആ ഭാഗമൊന്ന് പോയി വായിച്ചു നോക്ക്, ഒന്ന് ധ്യാനിച്ചു നോക്ക്. അതുപോലെ യേശുവിൻ്റെ മുമ്പിൽ വന്ന ആ സ്ത്രീ, ആ ശമരിയ സ്ത്രീയുടെ മുമ്പിലാണ് ദൈവം ഞാനാണെന്ന് ദൈവം ആദ്യമായി വെളിപ്പെടുത്തിയത്. മനസ്സിലായോ? ബൈബിൾ വായിക്കുന്ന ആളല്ലേ, വായിക്ക്. എന്നിട്ട് എന്നാ പറഞ്ഞേ? സ്ത്രീയെ, നീ ശാന്തമായി പൊക്കോളാനാ പറഞ്ഞേ. ഇനി ആവർത്തിക്കരുതെന്നാ പറഞ്ഞേ. സ്ത്രീയോടാ പറഞ്ഞേ. ഇത്രയും ക്ലാസ് പോരെ? അഹങ്കാരം കുറയ്ക്കുക. അഹങ്കാരം, താഴ്മ, വിനയം, ഇതൊക്കെ നല്ലതാ നേതാക്കന്മാർക്ക്. കരുണ. നമ്മളുടെ നേതാവ് ചമയാൻ വേണ്ടിയിട്ടല്ല ഈ പ്രകടനങ്ങൾ, യഥാർത്ഥത്തിൽ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് പേടിപ്പിക്കൽ നിർത്തുക.
കോൺഗ്രസ് പ്രവർത്തകരെ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവരാരും നിങ്ങളുടെ സേവനം നേടിയിട്ടോ പണം മേടിച്ചിട്ടോ അല്ല. അവർ ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അവരിലൊരു വിശ്വാസമുണ്ട്, കോൺഗ്രസ് ഈ രാജ്യത്തിന് രക്ഷ നേടിത്തരും, ഈ രാജ്യത്തെ പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കും എന്നൊരു വിശ്വാസം. പക്ഷെ നിന്നെപ്പോലെ ഉള്ളവൻ അത് നശിപ്പിക്കുക. സ്വന്തം താല്പര്യത്തിന് വേണ്ടി, സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി, സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന താങ്കളെപ്പോലെയുള്ള ആളുകൾ ഈ കോൺഗ്രസ്സിന് അപമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. താങ്കളുടെ ഈ അധാർമിക പ്രവർത്തനങ്ങൾ, ഒരു മനുഷ്യാവകാശം പോലും ലഭിക്കാത്ത നിലയിൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള താങ്കളുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുക. അപ്പം ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്.